ഇനി അടുത്തത് ഉണ്ടാവില്ല എന്നെങ്ങനെ പറയാം? വിൽ നോട്ട് ഹാവ് അഥവാ വോണ്ട് ഹാവ് ഉപയോഗിച്ചാൽ നമുക്ക് ഉണ്ടാവില്ല, എനിക്ക് നാളെ ക്ലാസ് ഉണ്ടാവില്ല എന്ന് പറയാൻ ഐ വോണ്ട് ഹാവ് ക്ലാസ് ടുമോറോ, എനിക്ക് നാളെ ക്ലാസ് ഉണ്ടാവില്ല. സോ 8 ആക്ടേഴ്സിൻ്റെയും കൂടെ സെയിം സ്ട്രക്ചറാണ്. യു വോണ്ട് ഹാവ് ക്ലാസ് ടുമോറോ, they won't have class tomorrow, we won't have class tomorrow, he won't have class tomorrow, she won't have class tomorrow, everybody won't have class tomorrow, John won't have class tomorrow. ക്ലാസ് ഉണ്ടാവില്ല. അടുത്തത് ഉണ്ടാകുമോ. ഫ്യൂച്ചറിൽ ഒരു വസ്തു ഉണ്ടാകുമോ? നിനക്ക് 5 വർഷത്തിനുള്ളിൽ ഒരു വീടുണ്ടാകുമോ എന്ന് ചോദിക്കാൻ വില്ല് ഫസ്റ്റ് വന്നാൽ മതി. വിൽ പ്ലസ് ആക്ടർ പ്ലസ് ഹാവ്. വിൽ യു ഹാവ് എ ഹൗസ് വിത്തിൻ 5 years? 5 വർഷത്തിനുള്ളിൽ നിനക്കൊരു വീടുണ്ടാകുമോ? ഓക്കെ, സോ നമുക്ക് 8 ആക്ടേഴ്സിനെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. വിൽ ഐ ഹാവ് എ ഹൗസ് വിത്തിൻ 5 years? വിൽ യു ഹാവ് എ ഹൗസ് വിത്തിൻ 5 years? വിൽ they have a house within 5 years? Will we have a house within 5 years? Will he have a house within 5 years? Will she have a house within 5 years? Will everybody have a house within 5 years? Will John have a house within 5 years? 5 വർഷത്തിനുള്ളിൽ ഒരു വീടുണ്ടാകുമോ? സോ ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ വില്ല് പ്ലസ് ആക്ടർ പ്ലസ് ഹാവ്, ഈ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ ഉണ്ടാകും എന്ന് പറയാനും ഉണ്ടാവില്ല എന്ന് പറയാനും ഉണ്ടാകുമോ എന്ന് ചോദിക്കാനും നമ്മൾ പഠിച്ചു. ഇനി ഉണ്ടാവില്ലേ, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, അതെങ്ങനെ ചോദിക്കാം? വില്ല് മാറ്റിയിട്ട് വോണ്ട് ഫസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. വോണ്ട് ഐ ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ? Won't you have a car next year? Won't they have a car next year? Won't we have a car next year? Won't he have a car next year? Won't she have a car next year? Won't everybody have a car next year? Won't John have a car next year? അടുത്ത വർഷം കാർ ഉണ്ടാവില്ലേ എന്നാണ് നമ്മൾ നോക്കിയത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത് ഒരു വസ്തു ഉണ്ടാകും, ഉണ്ടാവില്ല, ഉണ്ടാകുമോ, ഉണ്ടാവില്ലേ, ഈ 4 സ്ട്രക്ചേഴ്സാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പം കംപ്ലീറ്റ് പഠിച്ച ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഉണ്ട് എന്ന് പറയാനും, ഉണ്ട് എന്നാകുമ്പോൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് അല്ലേ. ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ഉണ്ടാകും, ഇനി വരാൻ പോകുന്ന സമയത്തിൽ ഒരു വസ്തു ഉണ്ടാകും. ഇത് 3 സ്ട്രക്ചേഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്.